ഹലോ ഫ്രണ്ട്സ്, പ്രോമിസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണേ. അതായത് ഫാത്തിമ യെല്ലോ ആൻഡ് ക്യൂൻ റോക്സി ഈ രണ്ട് പ്ലാന്റുകൾ, അതായത് ടോപ്പ് റെയർ വെറൈറ്റിപ്പെട്ട ഈ രണ്ട് പ്ലാന്റുകൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുക. കാര്യം കസ്റ്റമേഴ്സ് അത്രയ്ക്കധികം ആവശ്യപ്പെട്ട രണ്ട് പ്ലാന്റുകളാണിത്. ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റുകളാണ്. അന്ന് വളരെ കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ധാരാളം പേര് ചോദിച്ചിരുന്ന പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവർക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു, എത്രയും പെട്ടെന്ന് നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ കുറച്ച് ഡിലേ വന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാനായിട്ട് വലിയ ചാൻസ് ഇല്ല. കാര്യം ടോപ്പ് റെയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് കൂടുതലും വരുന്നത് നമുക്ക് വെളിയിൽ നിന്നാണ്. മെയിനായിട്ട് വരുന്നത് കൽക്കട്ട നഴ്സറികളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നമ്മളിപ്പോൾ ഒരു ഏകദേശം 3 ആഴ്ചയിൽ കൂടുതലായിട്ട് നമ്മൾ ക്യാഷ് അടച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇത്രയും സെറ്റായിട്ട് ഇട്ടത്. എന്നിട്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു 25 പീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വീഡിയോ നമുക്ക് നോക്കാം. ചെടിയുടെ സൈസ് ഇത് ഇന്ന് നമുക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വാട്ടമൊക്കെ കാണും ഈ പ്ലാന്റ് തന്നെ. അത് എയർ ട്രാൻസ്പോർട്ടേഷനായിരുന്നു, അങ്ങനെ വന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ വന്നതിൻ്റെ ഒരു ക്ഷീണം അത് ചെടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. സാധാരണ നമ്മൾ ഈ രീതിയിൽ ഉടനെ കൊടുക്കാറില്ല. നമ്മൾ ഒന്ന് കവർ സൈസ് പ്ലാന്റാണെങ്കിൽ തന്നെ അതിന് കുറച്ചുകൂടെ വലിയ കവറിലേക്കോ അല്ലെങ്കിൽ ബോട്ടിലേക്കോ മാറ്റി റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ എല്ലാ പ്ലാന്റുകളും തന്നെ കൊടുക്കുന്നത്. ഒരു 85% പ്ലാന്റുകളും ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറുള്ളൂ. നമ്മൾ ഗാർഡനിൽ അങ്ങനെ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ അത്യാവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ഉടൻ തന്നെ കൊടുക്കാറുള്ളൂ. കാരണം മറ്റൊന്നും കൊണ്ടല്ല. കവർ സൈസ് പ്ലാന്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വേരിനൊക്കെ ചിലപ്പോൾ ഡാമേജ് വന്ന് കാണും, അതിന് ചൂടിന് ഇളക്കം തട്ടി കാണും. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് നമ്മുടേതായ റീപോട്ടിങ് ചെയ്ത് നമ്മുടെ പോട്ടിങ് മിക്സിലേക്ക് മാറ്റി അതിൻ്റെ വേറെ കുറച്ചുകൂടെ റൂട്ടൊക്കെ ഒന്ന് സ്ട്രോങ് ആയി കുറച്ചുകൂടെ മെച്ചമായതിന് ശേഷമേ നമ്മൾ കൊടുക്കാറുള്ളൂ. കാര്യം വി പ്രോമിസ് ദ ക്വാളിറ്റി. അതുതന്നെ കാര്യം. നല്ല ക്വാളിറ്റിയോടെ പ്ലാന്റുകൾ കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്രയും പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന്, അതായത് സീസൺ ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ പ്ലാന്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. ഇത് അന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എത്രയും പെട്ടെന്ന് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുവാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ മനോഹരമായ പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള യെല്ലോ കളറല്ല ഫാത്തിമ യെല്ലോ എന്ന് പറഞ്ഞത്. കുറച്ച് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഞാൻ അതിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തേക്കാമേ. അതുപോലെ ക്യൂൻ റോക്സി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഡോക്ടർ റാവുവിൻ്റെയൊക്കെ കൂട്ട് ഇരിക്കുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട് പൂക്കൾക്ക്. ഫാത്തിമ യെല്ലോയുടെ തണ്ടുകൾക്ക് പോലും ഒരു യെല്ലോ കളർ, അതായത് ഇളം തണ്ടുകൾക്ക് ചെറിയൊരു യെല്ലോ കളർ വരുന്നുണ്ട്. അതുപോലെ ക്യൂൻ റോക്സിയുടെ ഇലകളാണ് വെരിഗേറ്റഡ് ലീഫാണ്. ഗ്രേയും ഗ്രീനും കൂടെ ചേർന്നൊരു ലീഫ്, അതിൻ്റെ സൈഡിൽ കൂടെ റെഡ് കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടാണ് അതിൻ്റെ വെരിഗേഷൻ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങളതിൻ്റെ സൈസ് കണ്ടോ? ഒരു മൈക്രോ കവർ സൈസിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഈ ചെടിക്ക് ഏകദേശം ഒരു ഫീറ്റൊക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫാത്തിമ യെല്ലോയ്ക്ക് നല്ല ഹൈറ്റിലുള്ള ഇതാണ്. അതുപോലെ അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്കാണ്. വേരുകളൊക്കെ നല്ലപോലെ വന്നത് തന്നെയാണ്, നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ്. എങ്കിലും ഞാൻ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ഡെസ്പാച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓർഡർ ഇപ്പോൾ ഞാനിത് പ്രീ ഓർഡർ എടുക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കും. കാര്യം ഈ ഒരാഴ്ച നമ്മുടെ ഇവിടെ ഇരുന്ന് സെറ്റായിട്ടാണ് അയക്കുന്നത്. നിങ്ങളുടെ ഓർഡർ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് അത് അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ അത് വന്നതിൻ്റെ ഇത് മാറിയിട്ട് ഒരു കുറച്ച് ദിവസം ഒന്ന് ഇരിക്കും അതൊന്ന് സെറ്റായിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സമയം കൊടുത്തിരിക്കുകയാണേ. കണ്ടോ, നല്ല പ്ലാന്റാണ്.
ഇനി നിങ്ങളിത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് കയറി വരും. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് വളർന്ന പ്ലാന്റുകളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അതിനുള്ള ടൈമില്ല. എങ്കിലും നിങ്ങൾക്കിത് അയച്ചു തരുമ്പം നമ്മുടേതായ ഒരു പോട്ടിംഗ് മിക്സി വെച്ച് കവറിനകത്ത് സെറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി ഡയറക്റ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മളിത് പോട്ടിൽ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.